Hello, Assalamualaikum. Welcome back to my YouTube channel. നമ്മൾ ഇന്ന് ജനറൽ ആയിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ സ്കൂളിലൊക്കെ പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവർ ഒത്തിരി നേരത്തെയൊക്കെ എഴുന്നേക്കേണ്ടി വരും. എഴുന്നേറ്റ് കുളിച്ച് ചിലപ്പോൾ ആ നനഞ്ഞ വാക്കോടെ തന്നെ മുടി കെട്ടിയിട്ട് ഒക്കെ സ്കൂളിൽ പോകും. വിയർപ്പൊക്കെ തങ്ങിയിട്ട് അവർ തലയിൽ പെയിനും ഈരും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ പേന് വീരം ഉണ്ടാവുന്നത് അവർക്ക് മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് സ്പ്രെഡ് ആവും. അപ്പൊ കൂടെ ഇരിക്കുന്ന കുട്ടികളുടെ തലയിലും ഒക്കെ സ്പ്രെഡ് ആവും, വീട്ടിലുള്ളവരുടെ തലയിലും സ്പ്രെഡ് ആവും. അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഈവൻ അവരുടെ സ്റ്റഡീസിനെ വരെ എഫക്റ്റ് ചെയ്യും. ഇത് ഭയങ്കര ചൊറിച്ചിലാണ്. ഈവൻ സ്ക്രാച്ചസ് ഒക്കെ സ്കിന്നിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനായിട്ട് ഒരു റെമഡി അത്യാവശ്യമാണ്. ഒരുപാട് ടൈപ്പ് റെമഡീസ് ഇപ്പോൾ ഈ റെമഡീസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. മെയിനായിട്ട് നമുക്ക് ഇതിനെ 3 രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് നാച്ചുറൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതായിട്ട് നമുക്ക് കെമിക്കൽസ്, ഇപ്പൊ മാർക്കറ്റ്സിൽ ഒത്തിരി ഷാംപൂസും ഒക്കെ അവൈലബിൾ ആണ്. അത് യൂസ് ചെയ്ത് കെമിക്കൽസ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാം. മൂന്നാമതായിട്ട് നമുക്ക് ഒരു കോമ്പുണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ 3 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തേതായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ് ലെമൺ. ലെമൺ എന്ന് പറയുന്നത് നല്ലൊരു റെമഡി തന്നെയാണ്. ലെമൺ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന്റെ ജ്യൂസ് സ്ക്വീസ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ജ്യൂസ് നമ്മുടെ കുട്ടികളുടെ തലയിലൊക്കെ തേച്ച് ഒരു 10 to 20 മിനിറ്റ്സ് ഇരുത്തി കഴിഞ്ഞിട്ട് നമ്മളത് വാഷ് ചെയ്ത് കളയാറുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യല് ഗാർലിക്കാണ്. അപ്പോൾ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് ഒരു കോട്ടൺ തുണിയിൽ വെച്ച് അതിന്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ലെമൺ മിക്സ് ചെയ്ത് തലയിൽ തേക്കാറുണ്ട്. പിന്നെ വന്നിട്ട് ആര്യവേപ്പില നമ്മൾ പൗഡർ ഫോമിലാക്കിയിട്ട് നമ്മൾ തലയിൽ തേക്കും. പിന്നെ നമ്മൾ അത് ആര്യവേപ്പില ഇട്ട് നമ്മൾ എണ്ണ കാച്ചി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ അതിൽ നിന്ന് നീര് പിഴിഞ്ഞെടുത്തിട്ട് തല തേക്കാറുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വന്നിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് എസെൻഷ്യൽ ഓയിൽസ് ആണ്. ഒലീവ് ഓയിൽ, പിന്നെ ടീ ട്രീ ഓയിൽ, ഇത്ര ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. ഞാൻ പറയാൻ വേണ്ടി വിട്ടുപോയി. ഇപ്പൊ ഒനിയൻ ഇല്ല, സാധാരണ നമ്മുടെ ഉള്ളി, സവാള, അതൊക്കെ അരച്ച് അതിന്റെ ജ്യൂസ് എടുത്തിട്ട് അതും തലയിൽ തേച്ചാൽ നമ്മുടെ താരൻ, പേന്, ഈരൊക്കെ പോകാൻ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ്. നാച്ചുറൽ ആയിട്ടുള്ള റെമഡീസ് നല്ലത് തന്നെയാണ്, പക്ഷേ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കെമിക്കൽസും അവൈലബിൾ ആണ്. കെമിക്കൽസ് എന്നൊക്കെ പറയുമ്പോൾ മെയിനായിട്ട് ഷാംപൂ ഫോംസിലാണ് അവൈലബിൾ. മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഷാംപൂസ് എന്ന് പറയുന്നത് പേർലൈസ്, പിന്നെ മെഡ്ലൈസ്. ഇത് രണ്ടും ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് തല നനച്ചതിന് ശേഷം നമ്മൾ ഡ്രൈ ആയിട്ട് ഒരു ടവൽ എടുത്തിട്ട് അവരുടെ തല ഫുള്ള് ഒപ്പിയിട്ട് ചെറിയ നനവോട് കൂടെ ഈ ഷാമ്പു നമ്മൾ അപ്ലൈ ചെയ്ത് 10 to 20 മിനിറ്റ്സ് ഒക്കെ ഇരുന്നിട്ട് അത് ചീവി പേനും ഈരും എല്ലാം കളഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യുക. അങ്ങനെയാണ് അത് നമ്മൾ യൂസ് ചെയ്യല്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. നാച്ചുറൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാലേ അത് വർക്ക്ഔട്ട് ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ കെമിക്കൽസും നമ്മളിപ്പം യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ തിരിച്ചു വരും. ചിലപ്പോൾ നമ്മൾ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കെമിക്കൽസ് കുട്ടികൾക്ക് തലയിൽ യൂസ് ചെയ്യുന്ന അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അതും അത്രയ്ക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന മൂന്നാമതായിട്ടുള്ള റെമഡിയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഞാൻ കുറച്ച് നാൾ മുന്നേ വാങ്ങിച്ചിട്ടുള്ള ഒരു കോമ്പാണ്. അത് നമ്മൾ യൂസ് ചെയ്ത അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. വിത്തിൻ 5 മിനിറ്റ്സ് നമ്മുടെ തലയിലുള്ള ഫുൾ കംപ്ലീറ്റ് അഴുക്കാണെങ്കിലും ഈരാണെങ്കിലും പെയിനാണെങ്കിലും താരനാണെങ്കിലും ഫുള്ള് ചിലർക്ക് വാക്സ് പോലുള്ള സംഭവം ഈ മുടിയിൽ ഇങ്ങനെ കാണും. അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു അടിപൊളി കോമ്പ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം. കോമ്പ് വന്നിട്ട് ഇതാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടാണോ ആമസോൺ ആണോ ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാണ് ഈ കോമ്പ് മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു സ്റ്റീൽ പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതുപോലെ നല്ല നീളമുണ്ട് ഈ കോമ്പിന്. കണ്ടോ, ഇതിന്റെ ഈ ഒരു പല്ലെന്ന് വേണേൽ പറയാം, പല്ല് ഇങ്ങനെ അടുത്താണ് നിൽക്കുന്നത്. കണ്ടോ,
അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ച് ചീവുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നമ്മൾ നോർമലി ഉള്ള ചീപ്പൊക്കെ വെച്ച് ചീക്കുമ്പം പിന്നെ നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞില്ല, ആ ടൈമിലൊക്കെ പെയിൻ പെട്ടെന്ന് പോകും. പക്ഷെ ഈര് തലയിൽ തന്നെ ഇങ്ങനെ അതിന്റെ ഷെല്ല് ഒട്ടിയിരിക്കുന്ന നമുക്ക് കാണാം. പക്ഷെ ഈവൻ അതിന്റെ ഈരിന്റെ ഷെല്ല് വരെ ഈ ഒരു കോമ്പ് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ പ്ലാസ്റ്റിക് കോംസിനെക്കാട്ടിലും എന്തുകൊണ്ടും സൂപ്പറായിട്ട് ഉള്ള മെറ്റീരിയലാണ് ഇത്. കാരണം എന്ന് വെച്ചാൽ ഇത് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്തിനും അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് ഈ ഒരു കോമ്പിനെ പറ്റി. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമ്മൾ ഒരു തവി എടുക്കുക. തവി എടുത്തിട്ട് സ്റ്റവിൽ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് പ്യോർ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അതിലോട്ട് ഒഴിക്കുക. അപ്പം നമ്മുടെ ഓയിൽ ചെറുതായിട്ട് ചൂടാവും. ജസ്റ്റ് ടെസ്റ്റ് ചെയ്യുക. ഒത്തിരി ചൂടായി പോലെ ചെറിയ ചൂട് മതി. ആ ചെറിയ ചൂടോടുകൂടെ നമ്മുടെ തലയിലോട്ട് തേക്കുക. അങ്ങനെ തേച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ തലയിലുള്ള താരനൊക്കെ പയ്യെ റിമൂവ് ആയി വരാൻ തുടങ്ങും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതുപോലൊരു വുഡൻ കോമ്പ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത്രയും ഇതിന്റെ ടീത്ത്, ഈ പല്ല് അകന്ന പോലത്തെ കോമ്പ് എടുത്തിട്ട് നമ്മുടെ മുടിയുടെ ചട അല്ലെങ്കിൽ ഒടക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പം അത് മുടിയുടെ ഒടക്ക് നല്ലതായിട്ട് ഫുള്ള് റിമൂവ് ചെയ്യുക ഈ ഒരു കോമ്പ് വെച്ചിട്ട്. ഈ വുഡൻ കോമ്പ് നല്ലതാണ്. ഇത് നീം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതും ഞാൻ ഏതോ ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഇടാം. ഓക്കെ, ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് പേരെ വിളിച്ചു, പക്ഷെ ആർക്കും വീഡിയോയിൽ വരാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഞാൻ ലൈവായിട്ടുള്ള റിസൾട്ട് കാണിച്ചേനെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് നമ്മുടെ ഹെയർ ആണെന്ന് വിചാരിക്കുക. അപ്പം നോർമലി നമ്മൾ ചീപ്പ് വെച്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ കോമ്പ് അങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതെടുത്തിട്ട് നമ്മുടെ മുടിയുടെ താഴ്വശത്തൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുക. വേർട്ടിക്ക് താഴത്തൂന്ന് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതലായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരു വീട്ടിൽ നമുക്ക് ഒരു കോമ്പിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് ഇത് ഡിപ്പ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് ഇട്ട് വെക്കുക. എന്നിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് ഒക്കെ ഇല്ലേ, അതെടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഈ പല്ലുകൾ അതിൻ്റെ ഉള്ളിൽ നല്ലതായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് നമ്മളിത് സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മാത്രമേ അടുത്ത ആൾ യൂസ് ചെയ്യാവുള്ളൂ. ആൾ യൂസ് ചെയ്ത സെയിം തന്നെ അടുത്ത ആൾ യൂസ് ചെയ്യാൻ പാടില്ല. ക്ലീൻ ചെയ്ത ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ ഒരു കോമ്പിനെ പറ്റി പറയാനുള്ളത്. ഇത് നല്ല എഫക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നോക്കിയിട്ട് എന്തായാലും റിസൾട്ട് എനിക്ക് താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തായാലും ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഇടാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡിലെല്ലാം മെൻഷൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കോമന്റ്സിന്റെ രീതിയിൽ അറിയിക്കുക. പിന്നെ ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.